നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിശ്വസിച്ചവരെയും ഇൽമു നൽകപ്പെട്ടവരെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു സ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, ദറജകൾ കൂട്ടിക്കൊടുക്കും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ചോദിക്കുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമായി തീരുമോ? എത്ര ആയത്തുകളാണ്, എത്ര ഹദീസുകളാണുള്ളത് ഇൽമിന്റെ പ്രാധാന്യം പറയുന്നതായിട്ട്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കും, നമ്മൾ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, പരിപാടികൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഞാനിപ്പോ പഠിക്കാൻ വന്നിക്കണല്ലോ. പഠിക്കലും കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കേൾക്കലാണ്, ഇത് പഠിക്കലല്ല. അതെ, നല്ല ഹിഫ്ളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇത് പഠിക്കലാണ്. ഒരു തവണ കേട്ടാൽ തന്നെ പെട്ടെന്ന് ഹിഫ്ളാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പഠിക്കലാണ്. നല്ല ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് പ്രശ്നമില്ല. അങ്ങനെയല്ലാത്ത ആളുകളാണെങ്കിലോ, പഠിക്കാന്ന് പറഞ്ഞാൽ ഇരുന്ന് കേട്ട് എഴുതിയെടുത്ത്, ചിലപ്പോ എനിക്ക് ക്ലാസ് വരെ എടുക്കാൻ പറ്റില്ല, ഏതുവരെ ഞാൻ എഴുതിയിട്ടില്ല, ഒന്നും കൂടി പറയണമെന്ന് പറയും. അതാണ് പഠിക്കാന്ന് പറയുന്നത്. പഠിക്കുക എന്നതും കേൾക്കുക എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ പഠിക്കുന്നതിനാണ്. പഠിക്കാന്ന് പറഞ്ഞാൽ മാറി നിന്ന് പഠിക്കലാണ്. ഇൽമു രണ്ട് രൂപത്തിലുണ്ട്. എങ്ങനെയാണ്? ഇൽമുൻ നാഫിഅ, ഇൽമുൻ ഗൈറു നാഫിഅ. ഉപകാരപ്രദമായ വിജ്ഞാനം, ഉപകാരമില്ലാത്ത വിജ്ഞാനം. എന്താ ഉപകാരമുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫദ്ലുൽ ഇൽമി സലഫ് എന്ന പുസ്തകത്തിൽ, നല്ല പുസ്തകമാണത്, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരാളെ കൊണ്ടിരുത്തി വായിപ്പിച്ച് പഠിപ്പിച്ച് പഠിക്കേണ്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇൽമുൻ നാഫിഅ എന്ന് വിശദീകരിച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞു, നീ ഒരു വിഷയം, അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട ഒരു വിഷയം, അതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവടക്കം അതിന്റെ വിശദീകരണം ഇന്നതാണ് എന്ന സഹാബികളുടെ വാക്കോടുകൂടി ഒരു വിഷയം പഠിക്കലാണ് ഇൽമു പഠിക്കാൻ പറഞ്ഞത്. എന്താ ഇൽമു പഠിക്കാന്ന് പറഞ്ഞാൽ? അള്ളാന്റെ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, ഉദാഹരണം അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അതിനുള്ള തെളിവ് ഇന്നതാണ്, ആ തെളിവിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ഇന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തബഉ താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്.